ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഇതിനു മുന്നേ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തയ്യക്കൂലി എത്ര വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്ന. കുറേ ഡ്രസ്സുകളുടെയൊക്കെ സ്റ്റിച്ചിങ് ചാർജ് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി. ഓരോ ഡ്രസ്സിനും എത്ര വീതം വാങ്ങാം എന്നുള്ളതിന് എല്ലാവർക്കും ഓരോ സംശയമുണ്ടായിരുന്നു. അത് കുറേ പേരൊക്കെ എന്നോട് നേരിട്ടും ചിലരൊക്കെ അതിന് താഴെ കമൻ്റായിട്ടും എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെല്ലാമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ വീടുകളിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഇത്രയും വാങ്ങാൻ പറ്റുമോ, അത് കൂടുതലാണോ അതോ കുറവാണോ, ഞാൻ ഇതിലും കൂടുതൽ സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കാറുണ്ടായിരുന്നു, ഞാനിതിലും കൂടുതൽ വാങ്ങുന്നുണ്ട്, ചിലർ പറയാറുണ്ട് ഞാനിതിൽ കുറച്ചേ വാങ്ങാറുള്ളൂ ഒക്കെ. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് വഴിയും അതേപോലെ കമൻ്റായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗ്രാമപ്രദേശങ്ങളിലും വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്കും ടൗണിലിരുന്ന് ചെയ്യുന്നവർക്കൊക്കെ എത്ര രൂപ തയ്യൽ കൂലി വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ടൊരു തുണി വാങ്ങുമ്പോൾ നമ്മൾ അവരോട് പറയുക തയ്യൽക്കൂലി കൃത്യമായിട്ട് ഇത്രയാകുമെന്ന് പറയുക. നോർമലായിട്ടുള്ളൊരു കൂലി കൂടാതെ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും ആ ഡ്രസ്സിൽ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവരോട് പറയാം. നമ്മൾ ഇത്രമാത്രം കൂടുതൽ ജോലി ചെയ്താലോ ഈ ഒരു വർക്ക് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും നമുക്ക് തയ്യൽക്കൂലി തരാനായിട്ടൊരു മടിയും കാണുകയില്ല. ചിലർ തയ്യൽക്കൂലി കൂടുതലാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ളവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ടും അവർക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. അതേപോലെ നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ വൃത്തിയായിട്ടും ഫിനിഷിങ്ങിലും ചെയ്ത് കൊടുക്കുക, സമയത്ത് തന്നെ ചെയ്ത് കൊടുക്കുക. കല്യാണ വർക്കുകളൊക്കെ ഓവറായിട്ടൊന്നും പറഞ്ഞ് മേടിക്കാതെ ഒരു മീഡിയം രീതിയിൽ തയ്യൽക്കൂലി പറഞ്ഞ് കല്യാണ വർക്കുകൾക്കൊക്കെ വാങ്ങുക. തുണിയൊക്കെ ഒരുപാട് ഈ ഒഴുക്കൻ തുണികളൊക്കെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അതൊക്കെ തയ്ച്ചെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ തയ്ക്കാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെറിയ കുട്ടികളുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 250 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. പിന്നെ അതിലെന്തെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെറ്റിലൊക്കെ കുറേ അധികം ഫ്ലെയറുകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ കുറേ ഫ്രില്ലിട്ടൊക്കെ ചെയ്യുന്ന തട്ടായിട്ട് ഒത്തിരി ഫ്രോക്ക് ഡിസൈനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ചാർജ് വാങ്ങാം. അപ്പോൾ ഞാൻ 250 രൂപയാണ് കുട്ടികളുടെ ഫ്രോക്കിന് വാങ്ങാറുള്ളത്. 250 വാങ്ങുന്നുണ്ട്, 300 ഉണ്ട്, 350 വാങ്ങാറുണ്ട്. അതൊക്കെ ഫ്രോക്കുകളുടെ നമ്മൾ ചെയ്യുന്ന വർക്ക് അനുസരിച്ചാണ് വാങ്ങുന്നത്. വലിയവരുടെ ഫ്രോക്കാണെങ്കിൽ ഞാൻ 350 രൂപയാണ് വാങ്ങാറുള്ളത്. പിന്നെ നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ 50-100 ഒക്കെ വെച്ച് കൂട്ടി വാങ്ങുകയും ചെയ്യും. ഒരുപാട് വലിയ ഫ്രോക്കുകളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ഒത്തിരി നമ്മൾ സമയം ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചാൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതനുസരിച്ച് കൂലി വാങ്ങുകയും ചെയ്യാറുണ്ട്. നമ്മൾ ചില ഫ്രോക്കുകളൊക്കെ ചെയ്യുമ്പോൾ ലൈനിങ് 2 ലൈനിങ്ങും അതേപോലെ 3-4 ലെയർ നെറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഫ്രോക്കുകളൊക്കെ ഉണ്ടല്ലോ. സാറ്റിന് വയ്ക്കുക, അതിൻ്റെ അടിയിൽ കോട്ടൺ ലൈനിങ് വെക്കുക, അതിൻ്റെ അതിൽ സ്റ്റിപ്പ് നെറ്റ് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് പണി കൂടും. അപ്പോൾ നമുക്കതനുസരിച്ച് റേറ്റ് പറഞ്ഞ് വാങ്ങാം. അപ്പോൾ നമ്മൾ സ്റ്റിപ്പ് നെറ്റൊക്കെ നമ്മൾ സ്വന്തമായിട്ടാണല്ലോ വാങ്ങി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ചുള്ള കൂലി പറഞ്ഞ് വാങ്ങിക്കുക. അങ്ങനെയുള്ളൊരു ഫ്രോക്ക് ചെയ്യുമ്പോൾ ഞാൻ 600 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് എടുക്കുന്നത്. ഫുൾ പാവാട, നമ്മുടെ പാദം വരെയുള്ള പാവാട, ഞുറിയിട്ടിട്ടുള്ള പാവാടയും അതിന് ഞാൻ 150 രൂപയാണ് ലൈനിങ് ഇല്ലാത്തതിന് വാങ്ങുന്നത്. ലൈനിങ് വെച്ചിട്ടുള്ള പാവാടയാണെങ്കിൽ 200 രൂപയാണ് വാങ്ങുന്നത്. ആ പാവാടയുടെ ബ്ലൗസിന് ഞാൻ വാങ്ങാറുള്ളത് 250 രൂപയാണ്. അതേപോലെ അംബ്രല്ല സ്കേർട്ടിന് ഞാൻ വാങ്ങുന്നത് 300 രൂപയാണ്. പിന്നെ ക്രോപ്പ് ടോപ്പൊക്കെയാണ് 350 രൂപയാണ് വാങ്ങാറുള്ളത്. ക്രോപ്പ് ടോപ്പിന് നമ്മളപ്പം പ്രിൻസസ് കട്ടൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ക്രോപ്പ് ടോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് 350 രൂപയുമാണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ വീടുകളിലേക്ക് ചെയ്ത് കൊടുക്കുന്നവർക്കാണ് കൂടുതലും. അയൽവക്കത്തെ വീടുകളിൽ നിന്നും അങ്ങനെ തോർത്തിൻ്റെ സൈഡ് അടിച്ച് കൊടുക്കാവോ, അതേപോലെ നൈറ്റിന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവോ, സാരിയുടെ സൈഡ് അടിച്ച് കൊടുക്കാവോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് ആൾക്കാർ ചെല്ലാറുണ്ടെന്ന് ഓരോ ആൾക്കാർ എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എത്രയാണ് ഞാൻ വാങ്ങിയിട്ടെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു തോർത്ത് സൈഡ് അടിച്ച് കൊടുക്കുന്നതിന് 30 രൂപ നമുക്ക് വാങ്ങാം. അതേപോലെ സാരിയുടെ സൈഡ് അടിച്ച് കൊടുക്കുന്നതിന്, മടക്കി അടിച്ച് കൊടുക്കുന്നതിന് 50 രൂപ ചാർജ് ചെയ്യാം. റോൾഡ് ഹെമ്മിങ് ആണെങ്കിൽ നമ്മൾ ഉരുട്ടി അടിച്ച് കൊടുക്കുക ചെയ്യുന്നതെങ്കിൽ നമുക്ക് 100 രൂപ വാങ്ങാം. അതേപോലെ ഷോളിൻ്റെ സൈഡ് ഇതേപോലെ ഉരുട്ടി അടിച്ചൊക്കെ കൊടുക്കുവാണെങ്കിൽ നമ്മൾ 100 രൂപ വാങ്ങാം. മടക്കി അടിച്ച് കൊടുക്കുവാണെങ്കിൽ 50 രൂപ നമുക്ക് ചാർജ് ചെയ്യാം. അതേപോലെ സാരിയുടെ ടെസൽ കെട്ടിക്കൊടുക്കാമെന്ന് ചോദിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമുക്ക് പിന്നെ നൂലൊക്കെ ഒരുപാട് വലിച്ച് ഒക്കെ കളഞ്ഞ് കെട്ടണമെങ്കിൽ നമുക്ക് 250 രൂപ വാങ്ങാം.
അതേപോലെ സാരിയുടെ സൈഡിൽ നമ്മൾ കുത്തുന്ന ഭാഗത്ത് നീളം കുറഞ്ഞു വരുമ്പോൾ നമ്മൾ വേറെ തുണി വെച്ച് അടിച്ചു കൊടുക്കാനായിട്ട് പലരും ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ തുണി അവർ കൊണ്ടുതരും. നമ്മൾ തുണി എടുത്ത് അവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന തുണിയുടെ വിലയുടെ കൂടെ 100 രൂപ നമുക്ക് സ്റ്റിച്ചിങ് ചാർജും കൂട്ടി വാങ്ങിക്കാം. അതേപോലെ കുട്ടികളുടെ ചുരിദാറിന് എത്രയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞു കുട്ടികളുടെ. അപ്പോൾ അവർക്ക് 250 രൂപയാണ് ഞാൻ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങിക്കുന്നത്. പിന്നെ ചുരിദാറിൻ്റെ കുഞ്ഞു പിള്ളേരുടെ ഓൾട്രേഷൻ വർക്കുകളെല്ലാം നമ്മൾ തുടക്കം 50 രൂപയിലാണ് തുടങ്ങിയത്. പിന്നെ നമ്മുടെ വർക്ക് അനുസരിച്ച് നമ്മൾ എത്രമാത്രം കൂടുതൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ 50-ൽ നിന്നും കൂടുതൽ കൂട്ടി വാങ്ങാവുന്നതുമാണ്. അതുപോലെ വെഡ്ഡിങ് ഗൗണുകൾ 2000 രൂപയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രാമപ്രദേശത്തൊന്നും അങ്ങനെ വെഡ്ഡിങ് ഗൗണുകളൊന്നും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാറില്ല. കുറച്ചും കൂടെ ടൗണിലേക്കൊക്കെ മാറുമ്പോഴാണ് വെഡ്ഡിങ് ഗൗണുകളൊക്കെ കൂടുതലായിട്ടും നമ്മൾ തയ്ച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. നല്ല പാടാണ് വെഡ്ഡിങ് ഗൗണുകൾ ചെയ്യാനുള്ളത്. മുകളിലൊരു ക്ലോത്ത് വയ്ക്കുക, അതിനടിയിൽ ലൈനിങ്, അതിനടിയിൽ ഇതിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഫ്ലെയറായിട്ട് നിൽക്കാൻ വേണ്ടി അടിയിൽ ഒരു സ്റ്റിഫ് നെറ്റുമൊക്കെ വെച്ച് നല്ല പാടുള്ളൊരു വർക്കാണത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വെഡ്ഡിങ് ഗൗൺ ആണെങ്കിലും 2000 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് മോഡലൊക്കെ വരുമ്പോൾ 2000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള ഗൗണുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതനുസരിച്ച് കൂലി വാങ്ങാൻ പറ്റും. അതേപോലെ നമ്മുടെ ആതിർവാന ഫ്രോക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ 800 രൂപ മുതലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഇതേപോലെ നല്ല വിരിഞ്ഞ് നിൽക്കാൻ വേണ്ടി അടിയിൽ സ്റ്റിഫ് നെറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും ചെയ്യേണ്ടായിരുന്നുണ്ടെങ്കിൽ വെറുതെ സിമ്പിളായിട്ടുള്ളൊരു ആതിർവാന ഡ്രസ്സാണെങ്കിൽ 600 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് 500-600 ആ റേറ്റിലൊക്കെ നമുക്ക് ഈ ആതിർവാന ഡ്രസ്സുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ചിലർ ചോദിച്ചു പർദ്ദയുടെ 2 കയ്യിൽ സിബ് വെച്ച് കൊടുക്കാൻ എത്ര രൂപ വാങ്ങാമെന്ന്. ഉറപ്പായിട്ടും നമുക്ക് 100 രൂപ വാങ്ങാം. പർദ്ദയുടെ 2 തയ്ച്ച് വരുന്ന ഡ്രസ്സായതുകൊണ്ട് അതിൻ്റെ സൈഡ് അഴിക്കാതെ നമുക്ക് സിബ് വയ്ക്കാൻ ഒരു കാരണവശാലും പറ്റുകയില്ല. അപ്പോൾ നമുക്ക് പർദ്ദ കൈ 2 വയ്ക്കാനായിട്ട് നല്ല സമയമെടുക്കും. അതുതന്നെയല്ല നമുക്ക് ഒരു സിബിന് 10 രൂപയാണ് ചാർജ്. അപ്പോൾ 10 രൂപ കൊടുത്ത് 2 സിബ് വാങ്ങിക്കുമ്പോൾ തന്നെ 20 രൂപയാകും. പിന്നെ അത് അഴിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന് നല്ല താമസം വരും. അപ്പോൾ നമുക്ക് എന്തായാലും 100 രൂപ സ്റ്റിച്ചിങ് ചാർജ് ഈടാക്കാവുന്നതാണ്. കുട്ടികളുടെ ഷിമ്മി തയ്ക്കുന്നതിന് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഷിമ്മിക്ക് 50, വലിയവരുടെ ഷിമ്മിക്ക് 100. അതേപോലെ പെറ്റിക്കോട്ട് തയ്ക്കുന്നതിനും നമുക്ക് 150 രൂപ ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്രാമപ്രദേശത്തേക്ക് 100 രൂപയ്ക്ക് പെറ്റിക്കോട്ടിനൊക്കെ 100 രൂപയേ ഉള്ളൂ. അതനുസരിച്ച് നമുക്ക് ഓരോ പ്രദേശത്തും എത്രയാണോ ചാർജ് വാങ്ങുന്നതെന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് വാങ്ങാവുന്നതാണ്. 5 വയസ്സുള്ള കുട്ടികളുടെ മിടി തയ്ക്കുന്നതിന് എത്ര രൂപയാണെന്ന് ചാർജ് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 200 രൂപ മിടിക്ക് വാങ്ങാവുന്നതാണ്. ടോപ്പിന് നമുക്ക് 150 രൂപയും വാങ്ങാം. അങ്ങനെ കുഞ്ഞു കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ കൈയൊന്നും വയ്ക്കാതെയല്ലേ ടോപ്പ് തയ്ക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് 150 രൂപ ചാർജ് ചെയ്താൽ മതിയാകും. ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ 100 രൂപയൊക്കെ ചാർജ് ചെയ്താൽ മതി. വീട്ടിൽ ഇരുന്ന് തയ്ക്കുന്നവർക്ക്. കടയിലൊക്കെ ഇരുന്ന് തയ്ക്കുന്നവർക്ക് അതിലും കൂടുതൽ നമുക്ക് ചാർജ് ചെയ്യാം, വാടകയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ പ്രദേശത്തിൻ്റെയും രീതി അനുസരിച്ച് വാങ്ങാൻ ശ്രമിക്കുക. ബെഡ്ഷീറ്റ് തയ്ക്കുന്നതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അവരുദ്ദേശിക്കുന്ന 4 സൈഡും മടക്കിയെടുക്കുന്നതിനായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാനങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിന് 100 രൂപയാണ്. സാരിയും കൊണ്ട് ബെഡ് കവർ തയ്ച്ച് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ആൾക്കാർ വരാറുണ്ട്. അവർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ 150 രൂപ തൊട്ട് വാങ്ങാറുണ്ട്. ഫാമിലി കോട്ടാണെങ്കിൽ 200 രൂപ 250 രൂപയുടെ ചാർജ് ചെയ്യാറുണ്ട്. നൈറ്റിയുടെ ഹോൾസെയിൽ വില എത്രയാണ് നൈറ്റി തയ്ച്ച് കൊടുക്കുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് 16 രൂപ മുതലാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരുപാട് മോഡലൊക്കെ ഉണ്ടെങ്കിൽ ഈ 16-ന് മുകളിലോട്ട് 30 വരെയൊക്കെ കൊടുക്കുന്ന കടക്കാരുണ്ട്. അപ്പം അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എത്രയാണെന്ന് അനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഞാൻ 150 രൂപയാണ് ചുരിദാർ കട്ടി നൈറ്റിക്ക് വാങ്ങാറുള്ളത്. അതേപോലെ നമ്മൾ മോഡൽ കൂടുന്നതനുസരിച്ച് റേറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കൂലി വാങ്ങാനും ശ്രമിക്കുക. പിന്നെ നമ്മൾ നൈറ്റി സൈഡൊന്ന് ഷേപ്പ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ സൈഡൊന്ന് ഷേപ്പ് ചെയ്യുക, കഴുത്ത് കറക്റ്റാക്കി ഒന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ കൈയുടെ ഇറക്കം കുറച്ച് കറക്റ്റ് വണ്ണത്തിൽ അടിച്ചു. ഇത്രയും ചെയ്യുമ്പോൾ ഞാൻ 50 രൂപയാണ് വാങ്ങുന്നത്. പിന്നെ ഫുള്ളും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ നമുക്ക് 100 രൂപ വാങ്ങാവുന്നതാണ്. പിന്നെ നമുക്ക് ടോപ്പ് ഓൾട്ടർ ചെയ്യാനൊക്കെ ആൾക്കാർ വരാറുണ്ട്. നെക്കൊന്ന് പിടിച്ച് അടിക്കുക, അതേപോലെ കൈ വെച്ച് കൊടുക്കുക, ടോപ്പ് ഷേപ്പ് ചെയ്യാനൊക്കെ ചോദിച്ച ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ നിന്ന് 100 രൂപയാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ചുരിദാറിന് വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് പാൻറ്റും അതേപോലെ ടോപ്പുമായിട്ടുള്ളതിന്
350 രൂപയാണ്. അതേപോലെ ഗ്രാമപ്രദേശങ്ങളിലും വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്കൊക്കെ 300 രൂപ ചാർജ് ചെയ്യാം. 250 രൂപ വാങ്ങുന്നവരുണ്ട്. നമ്മുടെ പ്രദേശത്തിൻ്റെ രീതി അനുസരിച്ച് വാങ്ങാം. ഞാൻ 350ആണ്. അതിലും കൂടുതൽ വാങ്ങുന്ന സ്ഥലങ്ങളുമുണ്ട്. ടൗണിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് 350 കൂടുതൽ വാങ്ങാൻ 400, 500 ഒക്കെ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. അതേപോലെ വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്ക് 250, 300 ഒക്കെ ചാർജ് ചെയ്യാം. അതേപോലെ നമ്മൾ പെൻസിൽ പാൻറ്റ് വെച്ചിട്ടുള്ള ചുരിദാറാണെങ്കിൽ ഞാൻ 400 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 350 വീട്ടിൽ തയ്ക്കുന്നവർക്ക് 300, 350 ഒക്കെ ചാർജ് ചെയ്യാം പെൻസിൽ പാൻറ്റ് കൂട്ടിയിട്ട്. അതേപോലെ ഒരു ടോപ്പ് അടിക്കുന്നതിന് ഞാൻ ലൈനിങ് വെച്ചതിന് 250 രൂപയും ലൈനിങ് വെക്കാത്തതിന് 200 രൂപയുമാണ് വാങ്ങുന്നത്. കോളർ വെച്ച ടോപ്പ് അടിക്കുന്നതിന് 275 രൂപ. അതേപോലെ ബോട്ട് നെക്ക് അങ്ങനെയുള്ള ടോപ്പുകൾക്കൊക്കെ ഞാൻ 250 രൂപയാണ് വാങ്ങുന്നത്. സിബ്ബ് വെക്കുന്നതിന് സിബ്ബും അതേപോലെ ബോട്ട് നെക്കും വെക്കുന്ന ടോപ്പിന് 275 രൂപയാണ് ഞാൻ വാങ്ങാറുള്ളത്. അതേപോലെ പലാസോ പാൻറ്റിന് 100 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് ചെയ്യുന്നത്. പെൻസിൽ പാൻറ്റ് മാത്രമാണെങ്കിൽ 150 രൂപയാണ് വാങ്ങുന്നത്. ചുരി പാൻറ്റിന് 100 രൂപയാണ്. സാധാരണ പാൻറ്റിന് ഞാൻ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പട്ടുപാവാട സെറ്റ് നമ്മൾ തയ്ക്കുന്നതിന് 450 രൂപയാണ് ചാർജ് ചെയ്യുന്നത് ലൈനിങ് വെച്ചിട്ട്. ലൈനിങ് വെക്കാത്ത പട്ടുപാവാട സെറ്റിനാണെങ്കിൽ നമ്മൾ 350 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അടിപ്പാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാൻ 150 രൂപയാണ് വാങ്ങാറുള്ളത്. വീട്ടിലൊക്കെ ഇരുന്ന് തയ്ക്കുന്നവർക്ക് 100 രൂപ ചാർജ് ചെയ്യാം. പിന്നെ ടൗണിലൊക്കെ ഇരുന്ന് തയ്ക്കുന്നവർക്ക് അതിൽ കൂടുതൽ വാങ്ങാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ രീതി അനുസരിച്ച് വാങ്ങാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ബ്ലൗസിന് സാധാ ബ്ലൗസിന് ഞാൻ 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്ക് ഒരു കാരണവശാലും അത്രയും സ്റ്റിച്ചിങ് ചാർജ് ആരും തരികയില്ല. 150 രൂപ വാങ്ങാം. ചിലർ നാട്ടിലൊക്കെ 100 രൂപയ്ക്കാണ് സ്റ്റിച്ചിങ് ചാർജ് ഇപ്പോഴും ഉള്ളത്. ടൗണിലേക്ക് മാറിയാൽ 200-ന് മുകളിലേക്ക് വാങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ലൈനിങ് വെക്കാത്ത ബ്ലൗസിന് ലൈനിങ് വെച്ച ബ്ലൗസിന് ഞാൻ 300 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിലേക്ക് 250 രൂപയൊക്കെ വാങ്ങാറുണ്ട്. വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്ക് ഉറപ്പായിട്ട് 250 രൂപ സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാം. അതേപോലെ ടൗണിലൊക്കെ കടകളുള്ള ആൾക്കാർക്ക് അതിലും കൂടുതലും വാങ്ങാം. കട്ട് ബ്ലൗസിന് ഞാൻ 400 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസിന് ഞാൻ 350 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ ബാക്ക് ഓപ്പൺ ബ്ലൗസിന് 350 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. സൈഡിൽ സിബ്ബ് വെച്ചിട്ടുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ് നമ്മൾ ഫ്ലീറ്റഡ് ആയിട്ടുള്ള കുർത്തികളൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ പഫ് സ്ലീവ്, ഫ്ലീറ്റഡ് കുർത്തി, വീനക്കൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ 300 രൂപയാണ്. അതേപോലെ തന്നെ നമ്മൾ തുണികളുടെ തരവും ഫാഷനും ഡിസൈനും ഒക്കെ അനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് ചാർജിൽ നല്ല വ്യത്യാസം വരുത്താവുന്നതാണ്. യൂണിഫോം പാൻറ്റിന് ഞാൻ 400 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് എടുക്കുന്നത്. ഷർട്ടിന് 250 മുതൽ 300 രൂപ വരെ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുന്നതാണ്. പിനോഫർ തയ്ക്കുന്നതിന് 350 രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്ക് 250 രൂപ മുതൽ വാങ്ങാൻ പറ്റും. യൂണിഫോം സെറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നഴ്സുമാരുടെ കോട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് ഞാൻ 250 രൂപ മുതൽ 300 രൂപ വരെ സ്റ്റിച്ച് വാങ്ങാറുണ്ട്. 2 സൈഡിലും പോക്കറ്റുള്ള കോട്ടിന് ഞാൻ 300 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാറുള്ളത്. അതേപോലെ ചട്ട തയ്ക്കുന്നതിന് 150 രൂപ, കുപ്പായം തയ്ക്കുന്നതിന് 150 രൂപ, ലോങ് ബ്ലൗസ് തയ്ക്കുന്നതിന് 150 രൂപ. അതേപോലെ തന്നെ നമ്മൾ തയ്ക്കുന്നതിന് എത്രമാത്രം നമുക്ക് കഷ്ടപ്പാടുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് വാങ്ങാവുന്നതാണ്. നമ്മളെ തളർത്താനും അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുപാട് ആൾക്കാർ കാണും. നമ്മളെ വേദനിപ്പിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ തളരാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും വേറൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.